ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ദേശീയപാതകളുടെ ഈ പറയുന്ന അവാർഡ് ചെയ്യപ്പെടുന്ന, അതായത് ഓരോ കമ്പനിക്ക് അവാർഡ് ചെയ്യപ്പെടുന്ന ദേശീയപാതയുടെ ഡിസൈനിങ്ങിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കുരിയോട് പ്രദേശത്ത് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, വിദഗ്ധരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാനും ഉൾപ്പെടെ കുറേ ദേശീയപാത കമ്പനികളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ ഡിസൈനിങ്ങിലുണ്ടാകുന്ന ഫെയില്യുവറാണ് ഇന്ന് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിലുണ്ടാകുന്ന ഫെയില്യുവർ എന്ന് പറയുന്നത്, ഇപ്പോൾ മലപ്പുറത്തെ കുരിയോട് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ അതായത് വലിയൊരു ചതുപ്പ് പ്രദേശമാണ്. അപ്പോൾ ചതുപ്പ് പ്രദേശമായിട്ടുള്ള പ്രദേശത്ത് കൃത്യമായിട്ടുള്ള സോയിലായിട്ടുള്ള ടെസ്റ്റുകൾ നടത്താതെ വലിയ രീതിയിൽ മണ്ണ് കൊണ്ട് അടിച്ച് എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, എർത്ത് മണ്ണ് അടിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നത്. അപ്പോൾ അവിടെ സോയിൽ ടെസ്റ്റ് നടത്തി അവിടെ ഒരിക്കലും ഇത്തരത്തിൽ മണ്ണ് കൊണ്ടുള്ള നിർമ്മാണം സാധ്യമല്ല. അവിടെ പാലങ്ങളാണ് വേണ്ടത്. അപ്പോൾ അവിടെ പാലം നിർമ്മിക്കണമെങ്കിൽ ഏകദേശം 300-400 കോടി രൂപ വേണം. അതേസമയം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാം, 100 കോടിക്കോ 50 കോടിക്കോ എന്ത് ചെയ്യാൻ കഴിയും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ നികുതി പണം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഈ ഇടനില കരാറ് കമ്പനിക്കാരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് അവാർഡ് തുകയിൽ നിന്നും എങ്ങനെ പണം വിഴുങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ ഡിസൈനുകൾ സമർപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വ്യാപകമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ വലിയ മഴ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഓരോ ദിവസം പെയ്യുന്ന മഴയുടെ വലിയ മഴയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് കേരളത്തിൽ പെയ്യുന്നത്. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഡിസൈനുകളിൽ പല ഡിസൈനുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കോ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കോ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്കോ യോജിച്ചതായിട്ടുള്ള ഡിസൈനുകളല്ല ഉള്ളത്.